കോഴിക്കോട് സാമൂതിരിയുടെ ചാവക്കാട് ഭാഗത്തെ ഭരണാധികാരിയായിരുന്നു ഹൈദ്രോസ് മൂപ്പർ. കടൽ കടന്നു വന്ന ആദ്യകാല മുസ്ലിങ്ങൾ വ്യാപാരത്തിലൂടെ ഭരണാധികാരികളുടെ വിശ്വാസം പിടിച്ചുപറ്റി പിന്നീട് ഭരണകാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നവരായിത്തീർന്നു എന്നതിന് ഉദാഹരണമാണ് മണത്തല ഹൈദ്രോസ് കുട്ടി മൂപ്പർ. സാമൂതിരിക്ക് കോഴിക്കോട് മാത്രമല്ല ചാവക്കാടും ചേറ്റൂരിലുമെല്ലാം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഒരിക്കൽ സാമൂതിരി കോഴിക്കോട് നിന്ന് വന്നപ്പോൾ ഹൈദ്രോസ് മൂപ്പരെ കണ്ടില്ല. എവിടെ പോയി എന്ന അന്വേഷണത്തിൽ അദ്ദേഹം കൊടുങ്ങല്ലൂർ ജുമാ നിസ്കരിക്കാൻ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനോട് നാട്ടിൽ തന്നെ ചാവക്കാട് തന്നെ ഒരു പള്ളി നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചാവക്കാട് മഹല്ല് പള്ളി നിർമ്മിച്ചത്. ദീർഘകാലം നിലനിന്ന ആ പള്ളി പിന്നീട് പൊളിച്ചപ്പോൾ അതിൻ്റെ മരഭാഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉസ്താദുമാർക്ക് താമസിക്കാൻ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. അത് പള്ളിയുടെ അടുത്ത് തന്നെ കാണാം. ഈ പള്ളിയുടെ പരിസരം തന്നെയാണ് അദ്ദേഹം ജനിച്ച വീട്. ഇപ്പോൾ ആ സ്ഥലത്ത് മറ്റ് വീടുകളൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഹൈദ്രോസ് കുട്ടി മൂപ്പർ സാമൂതിരിയുടെ കീഴിൽ ഭരണാധികാരിയായിരിക്കെ തന്നെ കണ്ണൂർ മൗലൽ ബുഹാരി എന്ന സൂഫി വര്യൻ്റെ മുരീദ് കൂടിയായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് നല്ല മതിപ്പുണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ സൈന്യാധിപനുമായി ഹൈദ്രോസ് കുട്ടി മൂപ്പർക്ക് പടവെട്ടേണ്ടി വന്നു. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു എന്നാണ് പറയുന്നത്. ടിപ്പുവിന് ഹൈദ്രോസ് കുട്ടി മൂപ്പരോട് വിദ്വേഷമുണ്ടായിരുന്നില്ല എന്നും കേൾക്കുന്നു. ഏതായാലും സ്വാർത്ഥനായ ടിപ്പുവിൻ്റെ സേനാധിപൻ ഹൈദ്രോസ് കുട്ടി മൂപ്പരെ വധിച്ചു. അതിനു മുമ്പ് വടക്ക് നിന്ന് വരുമ്പോൾ കുന്നംകുളത്തിനുള്ള ചാട്ടുകുളത്ത് അദ്ദേഹത്തിൻ്റെ കുതിരയിലുള്ള ഇരിപ്പിടം തള്ളിയിട്ടത് അപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു അദ്ദേഹം അതിൽ ചാടി എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഗുരുവായൂരിനടുത്ത എടപ്പള്ളിയിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചില വിരലുകളാണ് എടപ്പള്ളിയിൽ കബറടക്കിയിട്ടുള്ളത്. ശരീരഭാഗം മണത്തല ഭാഗത്തെ ആളുകൾ വാശി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് 2 സ്ഥലത്തും കബറിടമുണ്ട്. പക്ഷേ ആണ്ട് നേർച്ചകൾ നടക്കുന്നത് 2 സമയങ്ങളിലായിട്ടാണ്. ഇപ്പോൾ കാണുന്ന കെട്ടിടം മുമ്പ് വെടിത്തറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ സാമൂതിരിയുടെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നത്രേ. ഈ വീട് ഏകദേശം ഒരു 100-150 വർഷത്തെ പഴക്കം കാണുന്നുണ്ട്. ഇത് സാമൂതിരിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണോ എന്ന് സംശയമുണ്ട്. ഇതിന് കിഴക്ക് ഭാഗത്താണ് സാമൂതിരിയുടെ കൊട്ടാരം എന്ന് പറയുന്നു. അതിനടുത്ത് തന്നെയാണ് പെരുന്തട്ട ക്ഷേത്രം. 108 ശിവക്ഷേത്രത്തിൽ ഒന്നാണെന്ന് പറയുന്നു. ഏകദേശം 30 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിനടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ 2 പീരങ്കികൾ കിട്ടിയെന്ന് പറയുന്നു. അവ തിരുവനന്തപുരം മ്യൂസിയത്തിൽ വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ടിപ്പു ഉപേക്ഷിച്ച് പോയതാണ് എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രം ടിപ്പു നശിപ്പിച്ചു എന്ന് പറയുന്നു. നിജസ്ഥിതി അറിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന് കരമൊഴിവായി കുറേ സ്ഥലങ്ങൾ നൽകിയതായി ഗവൺമെൻറ് രേഖകളുണ്ട്. ഒരുപക്ഷെ സാമൂതിരിയെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ ആക്രമിക്കുമ്പോൾ കൊട്ടാരത്തോട് ചേർന്നുള്ള ക്ഷേത്രവും അതിൽ പെട്ടുപോയതായിരിക്കാം. ഇവിടെ നിന്നും അല്പം പടിഞ്ഞാറ് മാറിയാണ് ഈ പള്ളിയുടെ ഖബർസ്ഥാൻ. മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഹദ്ദാദിന് മാത്രമായി ഒരു പള്ളിയുണ്ട്. ആദ്യകാലത്ത് അതൊരു ചെറിയ കെട്ടിടമായിരുന്നു. പിന്നീട് അത് പള്ളിയാക്കി മാറ്റിയതാണ്. ആ വഴി നേരെ വടക്കോട്ട് പോയാൽ നേരത്തെ പറഞ്ഞ ഹൈദ്രോസ് മൂപ്പരുടെ കബറിടം ഉള്ള എടപ്പള്ളി പള്ളി കാണാം. മിക്കവാറും മക്കാമുകളിൽ പോലെ ഇവിടെയും കത്തിച്ചു വെച്ച നിലവിളക്കുകൾ ഉണ്ട്. അതിന് ഇസ്ലാമികമായ യാതൊരു അടിസ്ഥാനമില്ല. ഇത്തരം ആചാരങ്ങൾ ഇസ്ലാമിന് അന്യമാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ മരിച്ച
ഹൈദ്രോസ് കുട്ടി മൂപ്പരെ മൃതശരീരം മണത്തലയിലേക്ക് കൊണ്ടുപോയത് ഒരു പല്ലക്കിൽ ആണെന്ന് പറയുന്നു. അതിനെ അനുസ്മരിപ്പിക്കാനാണ് ആണ്ട് ദിവസം, ഉറൂസിൻ്റെ ദിവസം ഈ താബൂത്ത് കാഴ്ച. പക്ഷേ അത് അനാവശ്യമായ ഒരു ദുരാചാരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഷിയാക്കൾ മുഹറം മാസം ഇത്തരം പല അനാചാരങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പതിപ്പായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഏതായാലും ഇവിടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല, ഖബർ അതേ രൂപത്തിൽ തന്നെ കാണുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെ. കോഴിക്കോട്ടുകാരനായ EK അബ്ദുള്ള മൗലവി ഹൈദ്രോസ് കുട്ടി മൂപ്പരെ പറ്റി ഒരു മൗലിദ് എഴുതിയിട്ടുണ്ട്.